പവിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എന്റെ കാര്യമോർത്ത് സാർ പേടിക്കണ്ട, അത് ഞാൻ മാനേജ് ചെയ്തോളാം. ഞാൻ കുറ്റം ചെയ്തു എന്ന ആരോപണം കൊണ്ടല്ലേ ശ്രീനി സാർ ഇലക്ഷനിൽ തോറ്റുപോയത് എന്ന് വിക്രം ശ്രീനിവാസനോട് ചോദിക്കുകയാണ്. ജനത്തിന് വേണ്ടാത്തവരെ അവർ തിരഞ്ഞെടുക്കില്ല, അത് സ്വാഭാവികം. അതിന് നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. നീ എന്തോ പ്രത്യേക കാര്യം പറയാനാണ് വന്നതെന്ന് പറഞ്ഞല്ലോ, അതെന്താണ് എന്ന് ശ്രീനിവാസൻ വിക്രമിനോട് ചോദിക്കുകയാണ്. സാർ, എന്നോട് വിവാഹം മുടക്കാൻ ആവശ്യപ്പെട്ട പിള്ളസാറിന്റെ പെങ്ങളുടെ മകൾ ശ്രീലക്ഷ്മി ഇതുവരെ മറ്റൊരാളുടെ കൂടെ വിവാഹത്തിന് സമ്മതിച്ചിട്ടില്ല. ഇടുക്കിയിൽ അവളുടെ കാമുകനായ സന്തോഷിന്റെ അടുത്തേക്ക് നാളെ രാവിലെ ഞാൻ ആ കുട്ടിയെ കൊണ്ടുപോവുകയാണ്. അവിടെ അവരുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞു എന്ന് വിക്രം ശ്രീനിവാസനോട് പറയുകയാണ്. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ട് അതറിയിക്കാൻ വന്നതാണോ? ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നീ എന്ന് ശ്രീനിവാസൻ ചോദിക്കുന്നു. ഈ കാര്യത്തിൽ മാത്രം ഞാൻ ആ പതിവ് തെറ്റിക്കുകയാണ്. സാർ, ഈ കാര്യത്തിൽ എന്നെ സഹായിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് വിക്രം ശ്രീനിവാസന്റെ കാൽ തൊട്ട് വണങ്ങിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ വിക്രം വെളുപ്പിന് ശ്രീലക്ഷ്മിയുടെ വീടിന്റെ ഗേറ്റിന് മുൻപിൽ വണ്ടിയുമായി എത്തി. ശ്രീലക്ഷ്മി ബാഗെല്ലാം പാക്ക് ചെയ്ത് റെഡിയായി ഇരിക്കുകയായിരുന്നു. വിക്രം ശ്രീലക്ഷ്മിയെ വിളിച്ച് അവർ പുറത്തുണ്ടെന്ന് പറഞ്ഞു. ശ്രീലക്ഷ്മി ആരുമറിയാതെ ബാഗുമെടുത്ത് മുകളിലത്തെ നിലയിൽ നിന്ന് താഴെ ഇറങ്ങി. മെയിൻ ഡോറ് തുറക്കാൻ പോയപ്പോഴേക്കും ആരോ ലൈറ്റ് ഇട്ടു. ശ്രീലക്ഷ്മിയുടെ അമ്മ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഈ സമയത്ത് ബാഗൊക്കെ ആയിട്ട് എങ്ങോട്ടാണെന്ന് അമ്മ ശ്രീലക്ഷ്മിയോട് ചോദിക്കുകയാണ്. നിങ്ങളുടെ സ്വത്തും പണവും ഒന്നും എടുത്തിട്ടില്ല, എൻ്റെ വസ്ത്രങ്ങൾ മാത്രമേ ബാഗിലുള്ളൂ. ഇവിടെയുള്ള ജീവിതം ഞാൻ മതിയാക്കി, എന്നെ അന്വേഷിച്ച് വരാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ശ്രീലക്ഷ്മി അവിടെ നിന്ന് പോവുകയാണ്. അമ്മ നോക്കി നിൽക്കെ ശ്രീലക്ഷ്മി വിക്രമിനൊപ്പം വണ്ടിയിൽ കയറി പോകുന്നു. ശ്രീലക്ഷ്മിയുടെ അമ്മ ഈ വിവരം അപ്പോൾ തന്നെ എല്ലാവരെയും അറിയിക്കുകയാണ്. അങ്ങനെ ഒരു വണ്ടി നിറയെ ആളുകൾ അവിടെ എത്തി. അവർ വിക്രമിന്റെ വണ്ടിയുടെ പുറകെ പായുകയാണ്. ജംഗ്ഷനിൽ വെച്ച് 2 വണ്ടികളിൽ വന്നവർ വിക്രമിന്റെ വണ്ടിയെ തടയുന്നു. ഇതൊരു പണിമൂടാണല്ലോ എന്ന് വിക്രം പറയുകയാണ്. എല്ലാവരും വണ്ടികളിൽ നിന്ന് പുറത്തിറങ്ങി. പിന്നെ അവിടെ ഒരു വലിയ ഫൈറ്റ് നടക്കുകയാണ്. വിക്രവും ജോസഫും എല്ലാവരെയും അടിച്ചൊതുക്കുകയാണ്. ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് വരുന്നവരെയെല്ലാം രാജവേട്ടനും കൈകാര്യം ചെയ്തു. എങ്കിലും വിക്രമിനും ജോസഫിനുമെല്ലാം അവരെ തടയാൻ ബുദ്ധിമുട്ടായി. അപ്പോഴേക്കും ഒരു കാർ അവിടേക്ക് വരികയാണ്. അതിൽ നിന്ന് ശ്രീനിവാസൻ പുറത്തേക്കിറങ്ങി വന്നു. എല്ലാവരും ശ്രീനിവാസനെ നോക്കുകയാണ്. അവരെ വിടാൻ ശ്രീനിവാസൻ അവരോട് പറഞ്ഞു. എന്നിട്ട് ശ്രീനിവാസൻ വിക്രമിനോട് പറയുകയാണ്. നീ പോയ ശേഷം ഞാൻ ആലോചിക്കുകയായിരുന്നു. നിന്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം പിള്ളസാറിന്റെ നിർദ്ദേശം നടപ്പാക്കാൻ ഞാൻ തീരുമാനിച്ചതോടെയായിരുന്നു. അപ്പോൾ ആ പ്രശ്നത്തിന് നീ ഒരു പ്രായശ്ചിത്തം കണ്ടെത്തുമ്പോൾ അതിന് കൂടെ നിൽക്കേണ്ടത് ഞാനല്ലേ? ഇത് കേട്ടപ്പോൾ വിക്രമിന് സന്തോഷമായി. പ്രശ്നമുണ്ടാക്കാൻ വന്നവരെയെല്ലാം ശ്രീനിവാസൻ പറഞ്ഞു വിടുകയും ചെയ്തു. സന്തോഷം കൊണ്ട് വിക്രവും ശ്രീനിവാസനും പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ശ്രീനിവാസന്റെ സമ്മതത്തോടെ വിക്രം ശ്രീലക്ഷ്മിയെയും കൊണ്ട് ഇടുക്കിയിലേക്ക് പോകുന്നു. അവർ അങ്ങനെ ഇടുക്കിയിലെത്തി. ശ്രീലക്ഷ്മിയെ കണ്ടപ്പോൾ വേദയ്ക്കും സന്തോഷമായി. സന്തോഷേട്ടൻ എവിടെയെന്ന് ശ്രീലക്ഷ്മി ചോദിക്കുകയാണ്. അവസാനമായി നിങ്ങൾ കണ്ടുമുട്ടിയത് ഒരു അമ്പലമുറ്റത്ത് വെച്ചല്ലേ? മറ്റൊരു അമ്പലമുറ്റത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ഇനിയുള്ള കണ്ടുമുട്ടലും ആയിക്കോട്ടെ എന്ന് വെച്ചു എന്ന് വിക്രം പറയുകയാണ്. ജോബി ശ്രീകാന്തിനെ കാണാൻ നാട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി എന്താകും സംഭവിക്കുക? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും ബൈ.